ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വൈകുന്നേരം ചായക്ക് ഉഴുന്നുവടയാണ് ഉണ്ടാക്കിയത്. അതിനായി ഇതുപോലെ ഒരു നാഴി വടിച്ച് ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ കുതിർത്തെടുത്ത് നന്നായി കഴുകി അരിപ്പയിലിട്ട് ഊറ്റിമാറ്റി. എന്നിട്ട് 2 തവണയായി മിക്സിയിൽ അരച്ചെടുത്തു. വളരെ കുറച്ച് വെള്ളം ചേർത്ത് സ്പൂൺ വെച്ച് ഇളക്കി വീണ്ടും വീണ്ടും അരയ്ക്കണം. അത് നന്നായി അരഞ്ഞു വരുന്നവരെ തുടരണം. എന്നിട്ട് അതൊരു ഡവറയിലേക്ക് മാറ്റി ഇനി അത് സ്പൂൺ വെച്ച് കുറച്ചു നേരം ഇളക്കി യോജിപ്പിക്കണം. ഉപ്പ് ചേർക്കാൻ മറക്കരുതേ. എന്നിട്ടത് മൂടി വെച്ച് 1 മണിക്കൂറിലധികം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും, ഒരു ഉള്ളിയുടെ 1/4 ഭാഗത്തിനടുത്ത് ചെറുതായി അരിഞ്ഞതും, പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, കൂടെ കുറച്ച് കുരുമുളക് ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തതും വേണം. കുരുമുളക് കടിക്കാൻ കിട്ടണം ആ വടയിൽ. 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഉഴുന്ന് മാവിലേക്ക് കുരുമുളക്, ഉള്ളി, കറിവേപ്പില, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. കുറച്ചു നേരം നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ മാവ് മുഴുവനായും റെഡിയായി. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വെളിച്ചെണ്ണയോ എന്ത് വേണേലും എടുക്കാം. എണ്ണ ചൂടായി വരട്ടെ നന്നായിട്ട്. എന്നിട്ട് കുറച്ച് മാവെടുത്ത് ഉരുട്ടി കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഉഴുന്നുവടയുടെ തുളയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വലുതോ ചെറുതോ ചെയ്യാം. എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. അത്യാവശ്യം നന്നായി തീ കത്തണം. എണ്ണ കുടിക്കുന്നത് കുറയ്ക്കാൻ അത് സഹായിക്കും. പക്ഷേ പുറം കരിയാനും പാടില്ല. അപ്പോൾ ഉള്ളു വേവൂല. അത് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് 2 ഭാഗവും പൊരിക്കണം. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ കോരി മാറ്റി കുറച്ചു നേരം അരിപ്പയിൽ പിടിച്ചാൽ എണ്ണ ഉറ്റിപ്പോയിക്കോളും. എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ അമ്മയോട് ആദ്യമേ പറഞ്ഞതാ ഈ ചീനച്ചട്ടിയിൽ ഇനിയും കൊള്ളുമെന്ന്. പക്ഷേ അമ്മ കേട്ടില്ല. പിന്നീടാണ് അമ്മയ്ക്കത് മനസ്സിലായത്. അപ്പോൾ അടുത്ത ടൈം തൊട്ട് 3 എണ്ണം വെച്ച് പൊരിക്കാൻ തുടങ്ങി. ഇതാ പറയുന്നത്, കുട്ടികൾ പറയുന്നത് കേൾക്കണമെന്ന്. അങ്ങനെയല്ലേ? അങ്ങനെ എല്ലാ മാവും ഇതുപോലെ പൊരിച്ചെടുത്തു. മൊത്തം 12 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ചമ്മന്തി വേണ്ടേ? അതെന്ത് ചോദ്യമല്ലേ? വടയ്ക്ക് ചമ്മന്തി ഇല്ലാതെ എന്ത് രസാ? എന്നാൽ പിന്നെ ചമ്മന്തി അരയ്ക്കാം. ജാറിലേക്ക് തേങ്ങ, കറിവേപ്പില, ചെറിയുള്ളി, ഇഞ്ചി, മല്ലിച്ചപ്പ്, പച്ചമുളക്, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് അരയ്ക്കാം. വെള്ളം കുറഞ്ഞു പോയി, കുറച്ചുകൂടി ചേർത്ത് അരയ്ക്കേണ്ടതുണ്ട്. ചമ്മന്തി റെഡിയായി. അമ്മയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാനല്ലേ അരച്ചത്, പിന്നെ ടേസ്റ്റ് ഇല്ലാതിരിക്കുക എന്ന ഭാവമാണ് എനിക്ക്. ഞാനത് പറയുകയും ചെയ്തു. പക്ഷേ ഒന്ന് SP ആയതാ. വെറുതെ അല്ല കേട്ടോ. നല്ല രസമുണ്ട് ചമ്മന്തിക്ക്. വടയും നന്നായി വന്നിട്ടുണ്ട്. നല്ല മുരിഞ്ഞ ഉഴുന്നുവട. കട്ടൻ ചായയും ഉഴുന്നുവടയും ചമ്മന്തിയും ഇഷ്ടമുള്ളവർ അതൊന്ന് കമൻറ്റ് ചെയ്യുമോ? ഈ വട കണ്ടിട്ട് എന്താ തോന്നുന്നത്? നന്നായിട്ടില്ലേ? വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്ത്, പുതുതായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബായ്.